ചൂടുവാർത്ത, ചൂടുവാർത്ത, ചൂടുവാർത്ത. ഈ 90s സിനിമകളിലൊക്കെ ഈ ബസ് സ്റ്റാൻഡില്, റോഡില് ഒക്കെ ഈ പിള്ളേര് ഈ പത്രമൊക്കെ ഇടുന്നില്ലേ? അതെനിക്ക് ഓർമ്മ ഒരു കെട്ട് വരുന്നത്. പത്രമായിട്ട് ഇങ്ങനെ അതെ, ട്രെയിനിലും അതെ. ബസ്സിലൊക്കെ കയറി ഇറങ്ങിയിട്ട് പത്രം വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും. ശരിക്കും നമുക്ക് പത്രം വായിക്കാൻ ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ ആ പത്രം ആ വാങ്ങിപ്പോകും. ഹെഡ്ലൈൻസ് ഇങ്ങനെ ഒരു വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും. അത്രമാത്രം നമ്മുടെ മലയാളികളുടെ ജീവിതവുമായി ഇഴപിരിക്കാനാവാത്ത ബന്ധപ്പെട്ടതാണ് ഈ പത്രങ്ങൾ എന്ന് അതെ, പറയുന്നത്. പ്രത്യേകിച്ച് ഈ ചൂട് ചായയും പരിപ്പോടയും പോലെ തന്നെ ചൂട് വാർത്തയും അതുപോലെ ഈ രാവിലെകളിൽ കുടിക്കുന്ന ഈ ചായയുമാണ് ഒരു ദിവസം തുടങ്ങാനായിട്ട് അല്ലേ? യെസ്, ഇന്ന് നവംബർ മാസം 16-ാം തീയതി ദേശീയ പത്രദിനമാണ്. 1966 പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിനെ ആഘോഷിക്കാനാണ് നമ്മൾ ഓരോ വർഷവും നവംബർ 16-ന് പ്രസ് ഫ്രീഡം ഡേ ആഘോഷിക്കുന്നത്. യെസ്, അപ്പോൾ ഈ നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ 4-ാം തൂണെന്നാണ് പറയുന്നത്, ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി. പക്ഷേ ഇന്ത്യയുടെ അല്ലേ? അതെ, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും കൂടിയാണ്. പക്ഷേ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 159-ാം സ്ഥാനമാണ്. യെസ്, അത് നമ്മൾ പറയുമ്പോഴത്തേക്ക് 1-ാം സ്ഥാനം ആരാണെന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കും. തീർച്ചയായും നോർവേയാണ് 1-ാം സ്ഥാനത്ത്, 2-ാം സ്ഥാനത്ത് ഡെൻമാർക്കാണ്. യെസ്, അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങ് താഴെയാണ്. തീർച്ചയായും നമ്മൾ അഭിമാനത്തോടെ അല്ല അത് പറയേണ്ടത്. കാരണം ഒരു രാജ്യം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ദിനത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധീരരായിട്ടുള്ള പത്രപ്രവർത്തകരെ നമ്മൾ ഓർക്കുകയാണ്, അവർക്ക് ആദരവുകൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പത്രമേഖലയിൽ വർക്ക് ചെയ്തിട്ട് ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. സത്യം പുറത്തുവിടാനുള്ള ഒരു തത്രപ്പാടില് രക്തസാക്ഷികളായിട്ടുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരെ നമ്മൾ ഈ ദിവസം ഓർക്കേണ്ടതായിട്ടുണ്ട്. യെസ്, ലോകം ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അപ്പോൾ എന്തായാലും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് പ്രിന്റ് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പത്രപ്രവർത്തകർക്കും റേഡിയോ മീഡിയ വില്ലേജിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ്.